അതായത് ഇവരെ പോലുള്ള ഒരു മനഃപൂർവ്വം ജനങ്ങളെ വിഡ്ഢികളാക്കി ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യുന്നതിനെ പറ്റി. അതെ. പക്ഷെ ഇപ്പം കുറെ പേര് അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവരൊരു പിടിവള്ളി ഇട്ട് കൊടുത്തു. ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിന് തുടക്കം ചെയ്തത് ഇവരല്ലേ കേരളത്തില്, അതായത് മലയാളത്തില്. സോഷ്യൽ മീഡിയയില് വേറൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല, ഇതുപോലുള്ള ആളുകളില്ല. അപ്പൊ എനിക്ക് ഇത് നമ്മുടെ തലമുറയെ നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കില്ലേ? അതെ, ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സോഷ്യൽ മീഡിയയില്. ആ ഒരു ലെവലിലാക്കി കളഞ്ഞില്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം അഭിലാഷ് ആട്ടയത്തിന്റെ ഒരു നായികയായിട്ടുള്ളത്, ലിപ്ലോക്കിന്റെ സീനും പിന്നെ അത് പക്ഷെ ഒറിജിനൽ ആയിട്ട് ചെയ്താണല്ലോ. അപ്പൊ അതും ഞാൻ പ്രതികരിച്ചിരുന്നു. അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ പ്രതികരിക്കും. കാരണം മോശം കാണിക്കുമ്പോൾ മോശം സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഇല്ല എല്ലാം ഡിലീറ്റ് ചെയ്യാൻ ഇവരാരും പറയല്ല. പക്ഷെ വിളിച്ചിട്ടുണ്ട് പറയും അത് കണ്ടന്റാ റീച്ച് മാത്രമാണ് ലക്ഷ്യം. റീച്ച് എന്തിനാണ് ഇവരിങ്ങനെ റീച്ച്? അപ്പൊ ഞാൻ ചോദിക്കും, ഈ റീച്ച് എല്ലാം അങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു അടുപ്പിലിട്ടിട്ട് പുഴുങ്ങി കഴിക്കുക. അപ്പം പുള്ളി റീച്ച് ആവുന്നതിന് മുന്നിട്ടാണ് അഭിലാഷ് ആട്ടയത്തിനെ സംബന്ധിച്ച് ചാനലുകാരൊക്കെ വിളിച്ചത്. റീച്ച് ആവുന്നതിനുള്ള കോമഡിയിലൊക്കെ പോയത്. സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അത് റീച്ച് ആവുന്നതിന് മുന്നിട്ട്. പക്ഷെ റീച്ച് ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അവസരം കിട്ടുന്നില്ല. അത് ഇതേപോലെ കോമാളിത്തരങ്ങൾ കാണിക്കണോണ്ടായിരിക്കും തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ. പക്ഷെ റീച്ച് വേണം. കാരണം റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ. പക്ഷെ അത് റീച്ച് നിലനിർത്താൻ വേണ്ടിട്ട് ഇതേപോലത്തെ കോമാളി മാത്രമല്ല, പക്ഷെ സമൂഹത്തിന് എന്താണ് ഇവരൊരു മെസ്സേജ് കൊടുക്കുന്നത്? മോശം മെസ്സേജ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നവര് തന്നെ, നമ്മള് ഇപ്പൊ അവരറിയുന്നവരാണ്, നമുക്കറിയാവുന്നത്. പക്ഷെ നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഇത് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അതന്നെ ഞാനും പ്രതികരിക്കുന്നത്. അപ്പൊ ഇവരോട് ഇത് ചർച്ച ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യല്ലേ പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന്. അപ്പൊ എന്താ പറയാറ്? അങ്ങനെയൊന്നല്ല. റീച്ച് പുള്ളി റീച്ച് എന്നും പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാണ്. അല്ല, ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ കാണുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പൊ ഇതൊക്കെ മോശമാണ്, നിങ്ങൾ എന്ത് മെസ്സേജാണ്. അതിന് എന്നെ വന്ന് കുറെ പേര് തെറി വിളിച്ചു കേട്ടോ. അത് വന്ന് ഫേക്ക് ഐഡിയിൽ നിന്നാണ് വന്ന് തെറി വിളിച്ചത്. ഞാനും ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്നത് തന്തയില്ലാത്തവരാണല്ലോ. എന്താ പറയാ, സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഒരിക്കലും വരില്ല. ഞാനും അഭിലാഷ് ആട്ടയും അലിൻ ജോസൊക്കെ കുറെ റീൽസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് വന്ന് കിടക്കുന്നതാണ്. എന്റെ കമന്റ് ബോക്സില്. നിഷാടിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ വൾഗർ ചെയ്തിട്ടില്ല. അല്ലാതെ റൊമാൻസ് സീനൊക്കെ ചെയ്തിട്ടുണ്ട് റീൽസ് ആയിട്ട്. ആ പാട്ട് ഏതാണോ അതനുസരിച്ച് നമ്മളെ പാട്ട് നോക്കും. സിനിമയിൽ അവരെങ്ങനെയാണ് ചെയ്തത് അതനുസരിച്ചിട്ട് ഒരു വരി 2-3 വരി കൂടുതൽ ചെയ്യാറില്ല. ഇവരാരെങ്കിലും പറയാറുണ്ട് ഇങ്ങനെ റീച്ച് നിലനിർത്ത്, റീച്ച് ഉണ്ടാക്ക്? ഞാൻ റീച്ച് റീൽസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് മോശം വന്നിട്ടില്ല. എന്റെ കുട്ടികൾക്ക് ഉൾപ്പെടെ കാണാൻ പാകത്തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ വീട്ടുകാരെ, കുട്ടികൾ. കാരണം ഞാൻ ആ റീൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആ രീതിയിൽ ഞാൻ എടുക്കാറുള്ളൂ.